ദൈവത്തിന് മഹത്വം. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ തിളങ്ങുന്ന ഒരു വാർത്തയാണ്. UK-ലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പഠനത്തിന് പോയ യുവാക്കൾ, ജോലിക്ക് പോയവർ തിരിച്ചെത്താൻ സാധ്യതയെന്ന്. അതിന് നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ സംസ്ഥാനവും കേന്ദ്രവും ഒരുങ്ങുമ്പോൾ മടങ്ങി വന്നവരെ സ്വീകരിക്കാൻ സഭ തയ്യാറാകുമോ? സഭയുടെ നേതാക്കന്മാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമോ? ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് 137 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 126 സങ്കീർത്തനത്തിൽ യഹോവ 1 മുതൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഏത് തടവറയും പൊളിച്ച് ഏത് പ്രവാസവും അഴിച്ചു മാറ്റി ദൈവത്തിന് നിങ്ങളെ തിരിച്ച് നിങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് എത്തിക്കാൻ ദൈവം ശക്തനാണ്. പക്ഷേ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സഭാ നേതാക്കന്മാർ, ഉന്നത അധികാരികൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യുമോ? ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, കാളതൻ്റെ ഉടവിനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ക്രൂശിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.